അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. അതിനേറ്റവും മുഖ്യമായി ഉണ്ടാകേണ്ടത് ഇൽമിനെ സഹായിക്കുക എന്ന വിഷയമാണ്, മുതഅല്ലിമീങ്ങളെ വളർത്തുക എന്ന വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ മഹത്വങ്ങളിൽ വലിയൊരു മഹത്വമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടുത്തെ ഇൽമാണ്. അത് വിശദീകരിച്ച് തീർക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ആ ഇൽമിന്റെ വിഷയം കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനി രംഗത്ത് എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വിശുദ്ധ ദീന് സ്വീകരിക്കുകയും ചെയ്തത്. മദീനയിൽ വന്നപ്പോഴും മക്കയിൽ ഉണ്ടാകുമ്പോഴും അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ വരുന്ന അപരിചിതരായ ആളുകൾ അവരെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രവിക്കുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നത്? തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഓരോന്നും അവർ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി തന്നെയാണ്. കാരണമെന്തേ? ഇതുവരെ മറ്റാരും പറഞ്ഞു തരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഭാവിയിൽ വരാനിരിക്കുന്ന വിഷയങ്ങൾ ഈ രൂപത്തിൽ പ്രവചിക്കാനും പറയാനും കഴിയുന്നത് ഒരു നബിക്ക് മാത്രമാണ്. സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ആഖിറുസ്സമാനിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒന്നും രണ്ടും അല്ല, എത്രയാ നോക്ക് നിങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച് നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ മുന്നോട്ടിങ്ങനെ അതാ ഓരോന്നോരോന്ന് എണ്ണുന്ന രൂപത്തിൽ വരികയാണ്. ഇപ്പൊ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും. ആ കൂട്ടത്തിൽ ഇതുവരെ രംഗത്ത് വരാതിരുന്ന പലതും ഉണ്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ് കൂട്ടത്തിൽ. പുരുഷന്മാരെ പോലെ സഹോദരിമാര് എല്ലാ രംഗങ്ങളിലും, പ്രധാനമായും ആവശ്യമുണ്ടായിട്ടാണെന്ന് പറയരുത്, ആവശ്യമില്ലാതെയുണ്ട്. കച്ചവട രംഗങ്ങളിൽ ഏറ്റവും അധികരിച്ചു. നോക്ക് നിങ്ങൾ, ഒരു ടെക്സ്റ്റൈൽസിന്റെ, ഒരു ജ്വല്ലറിന്റെ, ഒരു കടന്റെ ഒക്കെ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ ഒരാണിനെ നിർത്തിയാലും വാതിൽ മുന്നോട്ട് തുറക്കാൻ കഴിയും, ആഫിയത്തും ഉണ്ടാവും, പിന്നെ ആൾക്കാർ സ്വീകരിക്കാനും കഴിയും. പക്ഷെ എന്നിട്ട് നിർത്തുന്ന ആരെവിടെ? വരുന്ന ആളുകളെ സ്വീകരിച്ച് ചായ കൊടുക്കാനും സൽക്കരിക്കാനും നിർത്തുന്ന ആരെയാണ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഒന്ന് രണ്ടും മാത്രമൊന്നല്ല, അങ്ങനെ ഒരു നിരവധി ഉണ്ട്. എല്ലാം നന്ദി നോക്ക് നിങ്ങൾ. അതും ഹദീത്തിൽ വന്ന ഒരു അടയാളമാണ്. എല്ലാ രംഗങ്ങളിലും അതിന് കാരണക്കാരനായി മാറുന്നതും ആരെന്നെ? നമ്മൾ തന്നെയാണ്, പുറത്തുള്ളവരൊന്നുമല്ല. നമ്മളതിൻ്റെ ആവശ്യക്കാരും അപേക്ഷകരും അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊന്നും ഇല്ലാതെ പറ്റൂല, അങ്ങനെ പറ്റൂല എന്ന് വരില്ലേ? ഓരോന്നും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അത് എതിർക്കണമെങ്കിൽ അതിന് അനിവാര്യമായ ഒരു വിഷയം ഇൽമാണ്. ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ളവരാണ്. വിട പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് വകുപ്പായിട്ട് മാറുന്നതും അവരവൻ പഠിച്ച് വിതരണം ചെയ്ത് പഠിപ്പിച്ച ഇൽമല്ലേ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ ഉപകരിക്കാനുണ്ട്. അതിൽ മഹാന്മാർ ഒന്നാമതായി എണ്ണിപ്പറഞ്ഞതാണ് ഇൽമ്. ഇദാ മാത ഇബ്നു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസ്വാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല സഹായങ്ങളും സഹകരണങ്ങളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റക്കുള്ള ജീവിതത്തിൽ 10 കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ നിലച്ചു പോകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ വിവിധ ഹദീസുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഉലൂമുൻ ബസ്സഹാ വദുആഉ നജ്ലി.
വഗർസുൻ നഖ്ലി വസ്സദഖാതു തജ്രീ. ഒന്നാമതായി പറയുന്നത് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ അത് വലിയ ഉപകാരം ചെയ്യുന്നതാണ്. അത്ര ഉപകാരമുള്ളതല്ല താഴെ എണ്ണിപ്പറയുന്ന 9 എണ്ണവും. ചിലതൊക്കെ നിന്നു പോകുന്നുണ്ട്, പക്ഷേ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ നിലച്ചു പോകില്ല. എത്ര കാലം മുമ്പ് സ്വഹാബിമാര് വിതരണം ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പകർന്നെടുത്ത ഇൽമ്, അവരിൽ നിന്ന് താബിയുകൾ, തബഉ താബിയുകൾ, നമ്മുടെ നാട്ടിൽ ജീവിച്ച് വളർന്ന് മരണപ്പെട്ടു പോയ ഉലമാ, അവര് രചിച്ച കിതാബുകളടക്കം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകളായില്ലേ ദർസ് നടത്തപ്പെടുന്നത്. ഇപ്പോഴും ദർസ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാണാതെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനല്ലേ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു, അവരെ കിതാബ് എല്ലാ ദിവസവും ദർസുകളിൽ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ. എത്രയാണ് അവർ വിതരണം ചെയ്ത വിജ്ഞാനങ്ങളുടെ സവാബ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കയ്യും കണക്കുമുണ്ടോ? ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ, പഠിച്ചെടുക്കുന്ന വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. അതേ, അത് ആഖിറത്തിലേക്ക്, ഒറ്റക്ക് കഴിയുന്ന ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ്. അത്ര ഉപകരിക്കുന്നതല്ല താഴെ പറയുന്നത്. രണ്ടാമത്തത് നോക്ക് നിങ്ങൾ, ദുആഉ നജ്ലി, സന്താനങ്ങളുടെ പ്രാർത്ഥനയാണ്. അതവരുള്ള കാലത്തെ ഉണ്ടാകൂ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മക്കൾ ഉണ്ടാകുന്ന കാലത്തല്ലേ ദുആ ഉണ്ടാകൂ. അവർ മരണപ്പെട്ടാലോ ദുആ നിലച്ചില്ലേ. പക്ഷേ ഇൽമ അങ്ങനെയല്ല. അതങ്ങനെ അതാ താവടിയായി താവടിയായി ഓരോ കണ്ണിയായി കണ്ണിയായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവസാനത്തെ മുഅ്മിൻ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്ന കാലം വരെ നിലനിൽക്കുന്ന വിഷയമാണ് ഇൽമ്. അതേ, അത്രയും കാലത്തോളമുള്ള ജീവിതത്തിലേക്ക് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത്വമാണത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഖർസുൻ നഖ്ല്, മൂന്നാമത്തത് ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷം പോയാൽ അത് കഴിഞ്ഞില്ലേ. ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത്, ഒരാളതാ ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അത് തെങ്ങാകാം, അതേ രൂപത്തിലുള്ള മറ്റു മരങ്ങളാകാം ഫലങ്ങൾ നൽകുന്നത്. എത്ര ഫലങ്ങൾ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരും അല്ലാത്തവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണോ നട്ടുപിടിപ്പിച്ചത് അയാൾക്കതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് കാലഗതിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് തീർന്നു. വസ്സദഖാതു തജ്രീ, നാലാമത്തത് ജാരിയായ സ്വതഖയാണ്. അതിനാണ് വഖഫ് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട്, ഉപയോഗം നടക്കുമ്പോൾ അതിനും ഉണ്ട് മൂല്യം. വഖഫ് ചെയ്തിരിക്കുന്നു ഒരു സ്ഥലം, ആ സ്ഥലത്ത് ചില ഉപകാരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ സവാബ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അത് കേസിലും കുലുമാലും പെട്ടാലോ അതങ്ങനെ കിട്ടും, അതങ്ങനെ നിൽക്കും. ഒരു ഭാഗത്തേക്കും ഉപകാരം നിരക്കാത്ത രൂപത്തിലേക്ക് അങ്ങനെയും പോകും. സുബ്ഹാനല്ലാഹ്, ജാരിയായ സ്വതഖ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വഖഫാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ആഖിറത്തിലേക്ക്, ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കാനുള്ളതാണ്. വിറാസത്തു മുസ്ഹഫിൻ വരിബാതു സഗ്രി വഹഫറുൽ ബിഇരി ഔ ഇജ്റാഉ നഹരി. ഒരു മുസ്ഹഫ് സ്വന്തമായി അനന്തരമാക്കി വെക്കാൻ. മുസ്ഹഫ് ഉണ്ടോ? സ്വന്തം മുസ്ഹഫ് ഉള്ളതെന്ന് കൈയൊന്നിച്ചാണ്. പള്ളിയിലുള്ളതല്ല ചോദിച്ചത്, പുരയിലുള്ളതല്ല ചോദിച്ചത്, സ്വന്തം. അണ്ടാ കൈ കുറയണം താന്നു. മൊബൈലിൽ 3 കൈയൊന്നിച്ചാണ്. അല്ല, അത് ചിലപ്പോൾ കയ്യല്ല, അത് പൊന്തം. മുസ്ഹഫ് സ്വന്തം ഒന്ന് വാങ്ങിക്കൂടെ? ഓരോരുത്തരുടെ കയ്യിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 സെന്റ് 3 സെന്റ് വാങ്ങാൻ പറ്റിയ മൊബൈലിൽ കറണ്ടാകുക. എത്ര സെന്റ് വാങ്ങാൻ പറ്റിയ കൈകളുണ്ട്? 5. നമ്മളതിന് 1/2 സെന്റ് പോലും കിട്ടില്ല, കാശിന് കിട്ടും. ഇതിവിടെ ബാക്കില് 4 വട്ടം 5 വട്ടമൊക്കെ ഉള്ളതുണ്ടാവും മുകളിൽ. അങ്ങനെയാണ് പകർത്തിയിട്ടുണ്ടെങ്കിൽ ഭൂഗോളം മൊത്തം ഏഴാനാകാശം വരെ കിട്ടില്ല.
സുബ്ഹാനല്ലാഹ്, ഒരു മുസാഫ് സ്വന്തമായിട്ട് നമ്മളൊക്കെ വാങ്ങണം. ഓരോരുത്തരും മുസാഫ് എന്ന് പറഞ്ഞാൽ ഇതല്ല. മുസാഫ് ഉള്ള സ്ഥലത്ത് പള്ളിയിൽ കയറിയാലും നമ്മൾ ആൾക്കാർ അശ്രദ്ധ കണ്ടില്ലേ നിങ്ങൾ? പള്ളിയിലൊക്കെ 100 കണക്കിന് 200 കണക്കിന് മുസാഫ് ഉണ്ടാകും. അപ്പോഴും കാണാം കുറെ എണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി. ഒരു മര്യാദക്കേടല്ല. ആ കാണുന്ന മുസാഫിനോട് നമ്മൾ ചെയ്യുന്നൊരു സൂഉല്ലദബല്ലേ. ഇതെടുത്ത് കയ്യിൽ പിടിച്ച് ഓതിയാലും മുസാഫ് എടുത്ത് ഓതിയ കൂലിട്ടോ, ഓതി കൂലിട്ടും മുസാഫ് എടുത്ത് ഓതിയ കൂലിട്ടോ. അതാരും ഉണ്ടല്ലോ, എല്ലാവരും ആ വിഷയത്തിനോട് അത്ര വിയോജിപ്പാണ്. അതുകൊണ്ട് ആരും ഉണ്ടാത്തത്. ഇത് പറ്റും. ഒരു മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ, യാത്രയിലൊക്കെ വാഹനങ്ങളിലൊക്കെ ഓതാൻ, അതൊക്കെ ഒരു ഉപകാരമാണ്. എപ്പോഴും ഇപ്പോൾ ഉളൂ ഇങ്ങനെ ചിലപ്പം കൊണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമല്ലോ, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. അങ്ങനെ ആകുമ്പോൾ ഒരു സഹായമാണ് യാത്രക്കാരന് അൽക്കഫ് ഓതാൻ, ഒരു യാസീൻ ഓതാൻ, തെറ്റില്ലാതെ അതൊക്കെ ഉപകാരമാണ്. തെറ്റൊന്നും. പക്ഷെ പള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ 8 കണക്കിന് മുസാഫ് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴും കാണാം ഒന്നാമത്തെ സൊഫീൽ നിന്നിട്ട് അങ്ങോട്ടൊന്ന് വലിച്ച് ഇങ്ങോട്ടൊന്ന് നീക്കി. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർക്ക് എന്താ അത് കാട്ടേണ്ടതെന്ന് അറിയില്ല. അവർക്ക് അപ്പം കിട്ടിയതായിരിക്കും. കഴിഞ്ഞ ആഴ്ച മോമ ഒന്ന് കൊടുത്തേക്കാരോ. എന്നിട്ട് അയിമൽ അങ്ങോട്ട് കറങ്ങിയിട്ട് കാണാം വെള്ളിയാഴ്ച അരമണിക്കൂർ അയിമണ് പോകും. അൽക്കഫ് തരികയാണത്. ആദ്യം നോക്കിയപ്പോൾ സിറാജ വന്നത്. ഒരു വര വരച്ചു നോക്കുമ്പോൾ പിന്നൊന്ന് ഇങ്ങോട്ട് വരച്ചു നോക്കുമ്പോൾ ബാത്റൂമിൽ വരുന്നു. കാരണം ഇത് മജ്മുഅത്ത് കുത്തുബ ഇതിലെല്ലാം ഉണ്ട്. ഒരു വരല് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു പോയിട്ട് ചിലപ്പോൾ വേറെ ഒരു സ്കൂളിലെ പാഠപുസ്തകം വരും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാഴ്ചപ്പാട് വരും. നേരത്തെ ഉസ്താദുകൾ പറഞ്ഞു, ബാക്കി ഉസ്താദുകൾ പറഞ്ഞില്ലേ, വളരെ യാഥാർത്ഥ്യമായ വർത്തമാനം ഉസ്താദ് പറഞ്ഞില്ലേ നേരത്തെ. ഇതിലൊരുപാട് സംഗതികളുണ്ട്. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കാൻ കുറച്ചൊരു ഭാഗമുണ്ട്. ആവശ്യമില്ലാത്തതാണെങ്കിലോ ധാരാളം ഉണ്ട്. അതിലേക്കൊന്നും പോകാതെ ആവശ്യത്തിന്റെ ഭാഗം മാത്രം എടുത്ത് മുന്നോട്ട് നീങ്ങാതെ ഉസ്താദ് പറഞ്ഞില്ലേ. ആ ഹ്രസ്വമായ ഭാഷണത്തിലൂടെ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു. അള്ളാഹു അടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മുഴുവൻ നമ്മുടെ ഉലമാ സാദാത്തുക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, പള്ളിന്റെ ഉള്ളിലെത്തിയിട്ട് ഒരു മുസാഫ് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് ഓതിയൊന്നുമില്ലാന്ന് കുട്ടികൾ അതിനെന്നെ കൂലിയല്ലേ. അതിപ്പോ ഇതെടുത്ത് പിടിച്ചിട്ട് കിട്ടുമോ? ഇല്ലല്ല. മുസാഫ് എടുത്ത് ഇങ്ങനെ ഒരാൾ കയ്യിൽ വെച്ചു. മുസാഫ് ഇങ്ങനെ തുറന്നിട്ട് ഒരു അൽക്കഫ് നോക്കി ഓതി, ഒരു യാസീന് നോക്കി ഓതി. ഇതൊക്കെ എന്തൊരു ബഹുമാനമുള്ളതാണ്. സ്വന്തമായിട്ടൊരു മുസാഫ് വേണം. വീടുകളിൽ നിന്ന് മുസാഫ് കുറവാണ്. മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പള്ളിയിലേക്ക് പിന്നെ ഫോൺ വരികയാണ്, അനൗൺസ്മെന്റ്, ഒരു 10-25 മുസാഫ് കൊടുത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് 2 മുസാഫ് ആക്കട്ടെ. മുസാഫ് ഇപ്പൊ വരും പള്ളിയിൽ നിന്ന്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഷെൽഫിലൊക്കെ മൊബൈൽ ഉണ്ടാവുകയാണെങ്കിൽ തരാം. ഓരോരുത്തർക്ക് 3 വീതമുണ്ട്. മുസാഫിന്റെ വീടുകളിൽ സുരക്ഷിതമായിട്ട് വെക്കണം. ഉള്ള മുസാഫ് നല്ല ചട്ട വെച്ച് സൂക്ഷിക്കണം. മുസാഫ് ഒരിക്കലും സഹോദരന്മാരെ നിന്ദിക്കുന്ന രൂപത്തില് ആക്രിക്കടയിൽ കൊണ്ടുപോകുന്ന ചാക്കിൽ ഒരിക്കലും ഉണ്ടാകരുത്. കാഫിറായി ചത്തുപോകും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മളെ ഏർപ്പാടിൽ ഉണ്ടാകരുത് അങ്ങനെ. ഇപ്പൊ അടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിച്ചു. ആക്രിക്കടക്കാരനായ ഒരു ഹൈന്ദവ സഹോദരൻ. അറബി എഴുത്ത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥം തോന്നുന്നുണ്ട്, എനിക്ക് തൊടാൻ പേടിയായിട്ട്. ഒരു ചാക്കിൽ അങ്ങനെ 5 വന്നിട്ടുണ്ട്. അദ്ദേഹം ഓടിപ്പോയി നോക്കുന്ന സമയത്ത് മുസഹഫാണ്. അലിഫ്ലാമീന്റെ മുമ്പുള്ള ഫാത്തിഹ പോലും അതിൽ നിന്നൊരു പേജ് പോലും പോയിട്ടില്ല. പിന്നെന്താ ഉള്ളത്? പഴക്കം കുറച്ചുണ്ട് അതിന്. ആ മുസഹഫിനെക്കാളും പഴക്കല്ലേ ഈ നിൽക്കുന്ന ആൾക്ക്. ഒരു ചട്ട വെച്ച് ഭദ്രമാക്കിയിട്ട് ഓതുന്നില്ലെങ്കിലൊന്ന് സുരക്ഷിതമാക്കി വെച്ചൂടെ? ഒരു ബഹുമാനം നൽകണ്ടേതിന്. നിന്ദിക്കരുത്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ നിന്ദിക്കരുത്. പഴയതൊക്കെ കൊണ്ടുപോയിട്ട് ആരും കാണാതെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്ന അങ്ങനെയുണ്ട് ചില ഏമാമാര്. എന്നാ അത് ചട്ട വെച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ചട്ട പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനത്ര ആനത്തലോളം പൈസ ഒന്നുമില്ല. നല്ല ആ പണി അറിയുന്ന മുത്താലിമീങ്ങൾ ഉണ്ടാകും പെയിന്റിങ് അറിയണേ. അവർക്കൊരു പെയിന്റിങ്ങിന് 100 രൂപ വെച്ചാൽ കൊടുത്തേക്ക് അവർ ശരിയാക്കി തരും. നല്ല ചട്ട വെച്ച് ഉഷാറാക്കി തരും. അതിനത്ര വലിയ തോന പണി നോക്കുക. പഴയ കാലത്ത് ഉസ്താദുമാർക്ക് കിതാബിനെ ഇന്നൊരു ഹിദ്മയാണത്.
നല്ല ചട്ട വാങ്ങിയിട്ട് അതുപോലെ തന്നെ പശയൊക്കെ വാങ്ങിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേജുകളൊക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് തുന്നി ഭദ്രമാക്കിയിട്ട് ഒരു ചട്ട വെച്ച് ഒട്ടിച്ച് നല്ല ഉഷാറിലാക്കും. കുറേ കാലം അത് ഉപയോഗിക്കാൻ പറ്റും, കേടില്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കി സൂക്ഷിക്കണം. പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തുന്നം പാറിപ്പോകുന്ന രീതിയിലാകരുത് വീട്ടിലെ മുസാഫുകൾ. അത് ഗൾഫിൽ നിന്ന് ഉംറക്കും മറ്റൊക്കെ പുതിയ മുസാഫുകൾ കുറെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പഴയതൊക്കെ മൂലക്കിടുക, ആ സ്വഭാവം പറ്റൂല. ഒട്ടിക്കേണ്ടത് ഒട്ടിച്ച് വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി കൊണ്ടു നടക്കണം. കയ്യിലുള്ള രേഖകളൊക്കെ ഒരു വെള്ളം പോലും നനയാത്ത രൂപത്തിൽ ലാമിനേഷൻ ചെയ്തിട്ടില്ലേ അല്ലേ? കാർഡുകൾ എത്ര ഉണ്ട്? 2, 3, 4. ഒന്ന് ആധാർ, ഒന്ന് അതിന്റെ അപ്പുറത്തുള്ള പാൻ കാർഡ്, ഒന്ന് മറ്റേ കാർഡ് ഒക്കെ ഭദ്രമാക്കിയിട്ടില്ലേ? ഇനി ഊക്കൻ മഴ പെയ്താലും കേടരില്ല. ഈ മുസാഫ് ഭദ്രമായി സൂക്ഷിച്ചതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ആ മുസാഫ് അനന്തരമാക്കി വെക്കുന്നത് ആഖിറത്തിലേക്ക്, ഖബറിലേക്കുള്ളൊരു അമലാണ്. ഇറാസത്തു മുസാഫ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ, ഹഫറുൽ ബീരി, കിണർ കുഴിക്കുന്നത്. സാധുക്കൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ഉപകരിക്കുന്ന, ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒന്നാണ്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉമ്മ പെട്ടെന്നല്ലേ മരണപ്പെട്ടു പോയത്. എന്റെ ഉമ്മ പെട്ടെന്ന് വഫാത്തായി പോയി നബിയെ. ഞാൻ ഉമ്മാന്റെ ഹദറത്തിൽ ഉണ്ടായിരുന്നില്ല, പുറത്തു പോയ സമയത്താണ്. സംസാരിക്കാൻ ഉമ്മാന്റെ ഹദറത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുമായിരുന്നു. ഞാൻ ഉമ്മാന്റെ പേരിൽ സ്വതക്ക നൽകട്ടെയോ, ഉമ്മാക്ക് ഫലിക്കുമോ, ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ഉപകരിക്കും. എന്താ നബിയെ ഞാൻ ചെയ്യാ നല്ല സ്വതക്ക? തങ്ങൾ പറഞ്ഞു, അൽമാഉ, വെള്ളമാണ്. ഒരു കിണർ കുഴിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേരിൽ ഒരു കിണറങ്ങ് കുഴിച്ചു നൽകി. കിണർ കുഴിച്ചു നൽകുന്നത്, സാധുക്കൾക്ക് ഉപകരിക്കാൻ വേണ്ടി നൽകുന്നത്, അത് ആഖിറത്തിലേക്ക് ഒറ്റക്ക് കിടക്കുന്ന ജീവിതത്തിലേക്ക് വലിയ ഉപകാരമാണ്. ഔ ഇജ്റാഉ നഹ്രി, അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഒരു വെള്ളത്തിന്റെ ചാല് പോകാൻ, ഒരു പൈപ്പ് പോകാൻ നല്ല സ്ഥലം ഒരുക്കി കൊടുക്കുന്നത്, വിട്ടുകൊടുക്കുന്നത് ഒക്കെ ഉപകാരമാണ്. വലിയ ഉപകാരമാണ്. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ പറഞ്ഞാൽ, നമ്മളെ പറമ്പിലൂടെ ഒരു വെള്ളപ്പൈപ്പ് ഇങ്ങനെ ഇതിലൂടെ പോകാൻ പറ്റൂല. അപ്പൊ വെള്ളപ്പൈപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. 8 മാസം തർക്കം തീരുന്നില്ല. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ ഒരുപോലെ ദ്വേർക്കുന്നു. പഠിച്ചോനെ, വെള്ളം ജനങ്ങൾക്ക് കിട്ടാതാകുന്നതിന് ഇയാളാണ് തടസ്സമെങ്കിൽ ഇയാളെ പരിക്കൊന്നും ഏൽപ്പിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോകണം. ആ സ്ഥലം തീരുമാനാകും. അല്ലാതെ ആ പൈപ്പ് ഇതിലൂടെ പോരണ്ടേ? ഒരടിയിലൂടെ ഒരു പൈപ്പ് പോകാനാണ് അത്ര തർക്കം. ഒരു വെള്ളത്തിന്റെ പൈപ്പല്ലേ, ജനങ്ങൾക്കുള്ള ഉപകാരല്ലേ? ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര ഉപകാരം കിട്ടുന്നത് ഖബറിലേക്ക്. ഒരുപാട് ഉപകാരം കിട്ടും. ബൈത്തുല്ലിൽ ഗരീബി ബനാഹു യഅ്വി ഇലൈഹി ഔ ബിനാഉ മഹല്ലി ദിക്രി. സാധുക്കൾക്ക് വേണ്ടി താമസിക്കാൻ നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കുക. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഭവനം നിർമ്മിച്ചു കൊടുക്കുക. ദിക്ർ ചൊല്ലാനുള്ള കേന്ദ്രം, പള്ളിയും മദ്രസയും സ്ഥാപനവും ഒക്കെ ആ പറഞ്ഞതിൽ പെട്ടു. ബിനാഉ മഹല്ലി ദിക്രി, ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രമുള്ള ദിക്ർ ഖാനകളുണ്ട്. തമിഴ്നാട്ടിലും മറ്റൊക്കെ പോയാൽ കാണാ ദിക്ർ ഖാന. അത് വർത്തമാനം പറയാൻ വേണ്ടി ചാവി തരൂല, ദിക്ർ ചൊല്ലാനാണ്. വർത്തമാനം പറഞ്ഞാൽ നല്ല കേൾക്കും വേണ്ടി വരും, കേട്ട് വരേണ്ടി വരും. ഷാറിലെ നല്ല വർത്താനം വേറെ. ദിക്ർ ചൊല്ലാൻ ചാവി തരും. അതിൻ്റെ ഉള്ളിൽ കയറി ഒരു കലാപം പറയാൻ പാടില്ല. കയറി ഇരിക്കുക, ദിക്ർ ചൊല്ലുക, ദ്വാരക്ക, ഇറങ്ങുക, പൂട്ടുക, ചാവി കൊടുക്കുക. അത് ദിക്റെല്ലാം വേണ്ടി ഉണ്ടാക്കിയതാണ്, ദിക്ർ ഖാനകളാണ്. ഈ മദ്രസയിലും അതുപോലെ തന്നെ ദർസിലും ഇതിലൊക്കെ പഠിപ്പിക്കുന്നത് ദിക്റുകളാണ്. ഇൽമു മുഴുവനും ദിക്റല്ലേ? അല്ലാഹുവിന്റെ ദിക്റുകളാണ്, ഖുർആനോത്തുകളാണ്. പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ, ദർസ്, അതൊക്കെ സംവിധാനിക്കുന്നത് അതിന്റെ ഭാഗമാണ്. പഴയ കാലത്ത് അങ്ങനെ സംവിധാനിച്ച് സ്ഥലം കൊടുത്തതും ബിൽഡിംഗ് ഉണ്ടാക്കിയതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇവിടെയും സൗകര്യങ്ങളൊക്കെ ഏറെ ആളുകൾ ചെയ്തു കൊടുത്തൊക്കെ അല്ലാഹു ഖബൂലാക്കട്ടെ. 10ാമതായിട്ട് എണ്ണിവ തഅലീമുൽ ലിഖുർആനിൻ കരീമി ഫഖുദ്ഹാ മിൻ അഹാദീസിൻ ബിഹസ്രി. ഖുർആനോത്ത് പഠിപ്പിക്കുക.
മക്കൾക്കൊക്കെ ഖുർആനോത്ത് പഠിപ്പിക്കും. നന്നായി ഓതാൻ മഖ്റജ് അനുസരിച്ച് ഓതാനുള്ള ഓത്ത് പഠിപ്പിക്കും. അത് ചെറിയവർക്കും വലിയവർക്കൊക്കെ പഠിപ്പിക്കാം. കുടുംബത്തിലെ സ്ത്രീകൾക്ക് സഹോദരിമാർക്കൊക്കെ പഠിപ്പിക്കാം. ഖുർആൻ അറിയുന്ന ആള് മറ്റുള്ളവർക്ക് ഓതാൻ പഠിപ്പിക്കാം. ബാപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കാം. ഉസ്താദുമാര് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായ കർമ്മമാണത് തഅലീമുൽ ഖുർആൻ. ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത് അവർ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുഖ്യമായതാണത്. അത് 1-ാം ക്ലാസ് മുതലുള്ള ഉസ്താദ് ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ അത് മൊഴിയാനുള്ള മൊഴിമാറ്റങ്ങളൊക്കെ പഠിപ്പിച്ച് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനൊക്കെ പഠിപ്പിച്ച് പിന്നെ അതിന്റെ റസ്മുൽ ഉസ്മാനിന്റെ ശൈലി പഠിപ്പിച്ച് ഇതൊക്കെ ഓരോ തരത്തിലാണ്. അപ്പൊ ഓരോന്നിലേക്ക് ആവശ്യമുള്ളതാണ്. എല്ലാത്തിനും കൂലി കിട്ടും. ഖുർആൻ പഠനത്തിന്റെ ഭാഗമാണത്. അതിനോടൊപ്പം ഉപ്പമാരൊക്കെ മക്കളെ ഖുർആനോത്ത് ഉമ്മമാരൊക്കെ ഇരുന്ന് കേൾക്കണം. തെറ്റില്ലാതവർ ഓതാൻ പഠിപ്പിച്ചടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നത് പോലെ എല്ലാ വെള്ളിയാഴ്ചയും മഹാനവറുകൾ പ്രത്യേക സമയം നീക്കി വെച്ചിരുന്നു മക്കളെ ഓത്ത് കേൾക്കാൻ. ഉസ്താദിന്റെ അടുക്കൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണത്. മുഅല്ലിമിനോട് പറയും, വെള്ളിയാഴ്ച കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണം, അവർ ഓതി പഠിച്ചത് എനിക്കൊന്ന് കേൾക്കാനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുന്നിൽ മക്കൾ വരുമ്പോ മൂത്ത ആള് മുതിർന്ന ആൾ ആദ്യം വരുന്നു, ഓതിക്കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആള് വരുന്നു, ഓതിക്കൊടുക്കുന്നു. മഹാനവറുകൾ ഇരുന്നിട്ട് അവരെ ഓത്തൊക്കെ ശരിയായ നിലയ്ക്ക് വീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, തെറ്റുകളും മറ്റൊക്കെ തിരുത്തി കൊടുക്കുന്നു. ആ ഒരു ശൈലി സ്വീകരിക്കണം. അതും താലീമിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, നമുക്കും ആ പഠിപ്പിച്ച കൂലി ലഭിക്കുമല്ലോ. ഉപ്പമാര് ഉമ്മമാര് മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിക്കണം. കുട്ടികൾക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചെങ്കിലേ മക്കൾ സ്വാലിഹീങ്ങളായി കിട്ടൂ. മക്കൾ നന്നാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഖുർആനോത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. ഖുർആൻ നന്നായി ഓതാൻ പഠിപ്പിക്കണം. അത് കുട്ടികളുടെ സ്വഭാവം നന്നാകാനും അവരെ അനുസരിക്കാനും നല്ലവരാകാനും കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ഞാനും നിങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്. മരിക്കുന്ന നേരത്ത് അല്ലാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇൽമുമായി നല്ലോണം ബന്ധപ്പെട്ട് ജീവിക്കുക. ഈ ഇൽമു പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകുക. അതേ, എത്ര വയസ്സായാലും ഇൽമു പഠിക്കാലോ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠനം നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ? 50 വയസ്സ് വരെ മഹാനവറുകൾ പഠനരംഗത്താണ്. സുബ്ഹാനല്ലാഹ്, എത്ര നീണ്ട വർഷക്കാലമാണ് ഇൽമു പഠിച്ചത്.